പ്രൊഫഷൻ കൊണ്ട് നേഴ്സ്, പാഷൻ കൊണ്ട് ഒരു ഫാഷൻ ഡിസൈനർ, ഇതിനെല്ലാം ഉപരി ചെടികളെയും പൂക്കളെയും അതുപോലെ കൃഷിയെയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സാധാ നാട്ടിൻ പുറത്തുകാരി. അതാണ് ഞാൻ. വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആഷു. സിന്ധു ആണേ. അപ്പോൾ ഇതാ എൻ്റെ അപ്സ്റ്റേഴ്സിൽ ഒരു ചെറിയ ബാൽക്കണി പോലെയുള്ള ഏരിയയിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ബൊഗൈൻവില്ല ഗാർഡനാണ് കേട്ടോ. ബൊഗൈൻവില്ല പല കളേഴ്സിൽ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റിങ് റീപോർട്ടിംഗ് ഒക്കെ ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ കുറച്ചേറെ വെറൈറ്റീസ് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് 25 ഫെബ്രുവരിയിലാണ് ഞാൻ ഈ ബൊഗൈൻവില്ലാസ് കൂടുതലും നമ്മൾ റീപോർട്ട് ചെയ്ത് നല്ല രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജാണ് ഞാനിതിൽ നിങ്ങളെ കാണിക്കുന്നത്. വൈറ്റ് ഉണ്ട്, നല്ല ഇതിൻ്റെ ഒന്നും പേരൊന്നും ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്കൊക്കെ ഒരുപാട് നന്നായിട്ട് ഇതൊക്കെ അറിയാവുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് ഞാനിതിനകത്ത് ഈ അറിവില്ലായ്മ കൊണ്ടുവന്ന് തള്ളുന്നില്ല. ഇതിനിടയിൽ കൂടെ കുറച്ച് ചെത്തിപ്പൂക്കളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ നല്ല യെല്ലോ ചെത്തി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ജനുവരി ഒരു ഓർമ്മ, അങ്ങനെയാണ് എൻ്റെ ഒരു കസിൻ എനിക്ക് ഈ ചെടി തന്നപ്പോൾ പറഞ്ഞു കേട്ടോ. ആ ഒരു ചെടി അത് ഈ ജനുവരി മാസത്തിൽ മാത്രമേ അതിൽ പൂ ഉണ്ടാവുള്ളൂ, മഞ്ഞുകാലത്ത്. അപ്പോൾ അതാ ഇതുപോലെ കുറേയേറെ കളേഴ്സിലുള്ള ബൊഗൈൻവില്ലാസ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചീരച്ചേമ്പ് വരെ ഉണ്ട് കണ്ടോ. അപ്പോൾ കിട്ടുന്നതൊന്നും കളയാതെ സൂക്ഷിച്ച് അതിനെ എല്ലാം പോട്ട് ചെയ്ത് വളർത്തിയെടുക്കുന്നൊരു പരിപാടിയാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള പലതരം ചെത്തി കളക്ഷൻസും എനിക്ക് കുറച്ച് ഏറെ കളേഴ്സ് ചെത്തിയുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ റെഡ് കണ്ടു, നിങ്ങൾ യെല്ലോ കണ്ടു, ഒരു പീച്ച് കണ്ടു, അങ്ങനെ കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ റോസ് ഉണ്ട്, വൈറ്റ് ചെത്തിയുണ്ട്. ഇങ്ങനെ പലതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഒരു ബാൽക്കണി ഗാർഡനാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്യാനുള്ള ഒരു ടൈമായി വരുന്നുണ്ട്. ഈ ഒരു ഫ്ലവറിങ് പരിപാടി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് എല്ലാം പോകുമ്പോൾ ഞാൻ പ്രൂൺ ചെയ്യുവേ.